കുട്ടപ്പ ഒരു ചായ എടുത്തടാ. ആ ഇതാരാ നിന്നെ ഈ വഴി ഒന്നും കാണാറില്ലല്ലോ. ഞാനെന്തിനിവിടെ വന്നെ, എൻ്റെ നാട് അവിടെ അല്ലേ, 4-5 കിലോമീറ്റർ ദൂരെ. ആ പഞ്ചായത്തിൻ്റെ അതിർത്തിയിൽ നിന്ന് ഇവിടം വരെ എൻ്റെ ചായ കുടിക്കാൻ വേണ്ടി ഞാനെന്തിനാ, അവിടെ ഇഷ്ടംപോലെ ചായക്കടയുണ്ട്. അല്ല എന്നാലും നീ ഈ വഴി പോകുമ്പോൾ ഒന്ന് മൈൻഡ് ചെയ്തില്ലേ, ബൈക്കിന് പല പ്രാവശ്യം പോകാറുണ്ടല്ലോ, ഒന്ന് കാണാം, ഒന്ന് കയറാം, ഒന്ന് നോക്കാം. എനിക്ക് പല തിരക്കല്ലടാ, ബിസിനസ്സല്ലേ. ആ അത് കാര്യം. അല്ല ഞാൻ ചോദിക്കണം, ഇപ്പം നീ എടാ ഇപ്പം ഞാൻ നിൻ്റെ ചായ കുടിക്കാൻ വേണ്ടി തന്നെ വന്നതാണ്. ഏത് ആ പഞ്ചായത്തിൽ നിന്നോ? ആ പഞ്ചായത്തിൽ നിന്ന് ഈ പഞ്ചായത്തിലേക്ക് 4-5 കിലോമീറ്റർ ഞാൻ ബൈക്ക് ഓടിച്ച് വന്നത് നിൻ്റെ ചായയുടെ ഇത് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടാണ്. അതാണ്. എടാ ഞങ്ങൾ പാരമ്പര്യമായിട്ട് എൻ്റെ അച്ഛൻ ചായക്കട എടുത്തുകൊണ്ടിരുന്നത്. എൻ്റെ അച്ഛൻ്റെ അച്ഛനും ചായക്കടയായിരുന്നു, അറിയാം നിനക്ക്. ഞങ്ങൾ ഫേമസാണ്. ഈ ലീലാവിലാസം ഹോട്ടൽ എന്നും ആളുകളുടെ ഇടയിൽ ഒരു എന്താണ് എസ്റ്റാബ്ലിഷായ ഒരു സംഭവമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാനിങ്ങനെ ആളുകളെ പറഞ്ഞറിഞ്ഞ് ഞാൻ വന്നേ. അവിടെ വരെ എൻ്റെ പഞ്ചായത്ത് വരെ എൻ്റെ ചായക്കടയെ പറ്റി അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ ആൾക്കാർ പറഞ്ഞു കേട്ട് ഞാൻ വന്നതാണ്. നേരിട്ട് വന്നൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. നീ ഒരു ചായ എടുത്തേ. സന്തോഷമായിടാ. അതേ എടാ ഞാൻ പറഞ്ഞ ഇപ്പോൾ എരുമപ്പാൽ വന്നിട്ടുണ്ട്, ഇപ്പം കൊണ്ടുവന്നുള്ളൂ, കറന്നെടുത്ത് ചൂടാറിയിട്ടില്ല. നിനക്ക് എന്തായാലും എനിക്ക് നല്ല പേരാണല്ലോ ചായനെ പറ്റി. അപ്പം നല്ലൊരു ചായ നിനക്ക് തരാം. അല്ല കുട്ടപ്പം അത് വേണ്ട, എരുമപ്പാൽ ഇഷ്ടമല്ലേ? അതല്ല, നീ സാധാരണ എടുക്കുന്ന പോലെ എടുത്താൽ മതി. എന്ന് വെച്ചാൽ ഇപ്പം ഈ വന്ന എരുമപ്പാലിൽ നല്ല ശുദ്ധമായ പാലെന്ന് നീ പറഞ്ഞു, അത് വേണ്ട. നീ സാധാരണ എടുക്കാതെ എടുത്താൽ മതി. അത് എന്താ അല്ല സംഭവം തരാം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ ഒരു ചായ നീ സാധാരണ എടുക്കാറുള്ള ഒരു ചായ കുടിക്കാൻ ആളുകൾ പറഞ്ഞു കേട്ട് വന്നതാണ്. ഞാൻ ആ ഒരു ആഗ്രഹം കൊണ്ടല്ല, അത് അങ്ങനെ ഞാൻ ആ ചായ കുടിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. അതങ്ങനെ വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വയറിന് 2 ദിവസമായിട്ട് ഒരു ദഹനക്കേട്. അതെ ഹോസ്പിറ്റലിൽ പോകണില്ലേ? ഹോസ്പിറ്റലിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആശുപത്രി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയും ഒരു 150, 200, 300 അവിടെ പോക്കരും, അവിടെ ക്യൂ നിൽക്കണം, ഭയങ്കര പണി. ഇതാകുമ്പോൾ നിൻ്റെ ഒരു ചായ കുടിച്ചാൽ വയറിളകി പോകുമല്ലോ. അതുകൊണ്ട് പറഞ്ഞിട്ട് ആൾക്കാർ പറഞ്ഞ് ദഹനക്കേട് ഉണ്ടെങ്കിൽ കുട്ടപ്പൻ്റെ ഇടയിൽ വന്നിട്ടൊരു ചായ കുടിച്ചാൽ മതി, വയറിളകി വയറ് ശുദ്ധമാകുമെന്ന് പറഞ്ഞ്. അങ്ങനെയാണ് പറഞ്ഞത്. അതാണ് അങ്ങനെയാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ അത് കേട്ട് നീ വന്നാണല്ലേ, നീ ഒരു ചായ എടുത്തേ. ചേട്ടാ നീ എവിടെ ആരോ വന്നിട്ടുണ്ട്. ചേട്ടാ ഒരു ചായ കുപ്പിയിലാക്കി തന്നാൽ മതി, ഞാൻ പോരാട്ടാ റേഷൻ കടയിൽ പോയിട്ട്. ഇതാർക്ക ചായ? അത് അമ്മക്ക് വയറുവേദന എടുത്ത് ദഹനക്കേടായിട്ട്. ആണല്ലോ ഞാനിപ്പോൾ പറഞ്ഞ എങ്ങനെയുണ്ട്, ഇപ്പം എങ്ങനെയുണ്ട്? ആ സമയം നോക്കി ആ കോപ്പ് പാട്ട്, ഈ ആ പാട്ട് വെക്കണം, നല്ല പാട്ടല്ലേ.